മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയിൽ. ഹർജി ഇന്ന് പരിഗണിച്ചേക്കും. ഇന്നലെയായിരുന്നു ശേഷം അറസ്റ്റ് തടയലിന് ആവശ്യവും തള്ളിക്കൊണ്ട് ഹൈക്കോടതി വിധി വന്നിരുന്നു. അതിനുശേഷം വീണ്ടും ഹൈക്കോടതിയിൽ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. ഇന്നാണ് ഹർജി പരിഗണിക്കുക. ബലാത്സംഗ കേസിൽ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയിൽ. ഹർജി ഇന്നും പരിഗണിച്ചേക്കും. മുൻകൂർ ജാമ്യം തേടിയാണ് രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. ഇന്നായിരിക്കും ഹർജി പരിഗണിക്കുക. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള കോടതിയുടെ വിധി വന്നിരുന്നു. അറസ്റ്റ് തടയണമെന്നുള്ള ആവശ്യവും കോടതി തള്ളിയിരുന്നു. അതിന് പിന്നാലെ കോൺഗ്രസ് പുറത്താക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. SIT പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള അന്വേഷണം ഊർജിതമാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയിൽ സമീപിച്ചേക്കുന്നത്. ഇന്നായിരിക്കും മുൻകൂർ ജാമ്യത്തിൽ ഹർജി പരിഗണിക്കുക. ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇന്നായിരിക്കും ആ ഒരു ഹർജി പരിഗണിക്കുക. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിയൊക്കെ വന്നിരുന്നു. കോൺഗ്രസിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. 9ാം ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് എന്നൊരു വിവരം കൂടിയുണ്ട്. അതുമാത്രമല്ല, ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള അന്വേഷണവും ഊർജിതമാക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഹൈക്കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഇന്നാണ് ഹർജി പരിഗണിക്കുക.